നമസ്കാരം. മുംബൈ അധോലോക കഥകൾ തുടരുകയാണ്. ബാലൻ തളിയിലിന് ശേഷം ഇന്ന് നമ്മുടെ കൂടെയുള്ളത് കുറ്റ്യാടി സ്വദേശി വി പി കരുണൻ. വി പി കരുണൻ 80കളിലും 90കളിലും മുംബൈ അധോലോകവുമായി വളരെയേറെ ബന്ധമുള്ള ഒരു വ്യക്തിയാണ്. കൃത്യമായി പറഞ്ഞാൽ ദാവൂദ് ഇബ്രാഹിമിൻ്റെ അനുജൻ മുസ്തഖിമിൻ്റെ ഭാര്യ സീമയുടെ ബ്രദറായ ഷമീമിൻ്റെ ഹോട്ടൽ മാനേജറായിരുന്നു കരുണൻ. അതായത് ഹാജി മസ്താൻ്റെ മകളുടെ ഭർത്താവിൻ്റെ ഹോട്ടൽ മാനേജർ. വി പി കരുണനോട് നമുക്ക് വേണ്ടി സംസാരിക്കുന്നത് ശ്രീ ജമാൽ കുറ്റ്യാടിയാണ്. ഇരുവർക്കും അഭിമുഖത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. കരുണേട്ടാ, നിങ്ങളെ പരിചയപ്പെടാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. നിങ്ങളെപ്പറ്റി ഒരുപാട് കഥകളൊക്കെ കേൾക്കാൻ സാധിച്ചു. ഗൾഫിലൊക്കെ ഒരുപാട് കാലം വർക്ക് ചെയ്തു. അതിനുശേഷം ബോംബെയിൽ വന്നു. ബോംബെയിൽ വന്ന് അധോലോക ബന്ധങ്ങളുമായിട്ടുള്ള ഒരുപാട് കഥകൾ നിങ്ങളെപ്പറ്റി കേൾക്കാൻ സാധിച്ചു. അത്തരം കുറച്ച് കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ചൊന്ന് വൈഡായിട്ട് അറിയാൻ വേണ്ടിയാണ്. 1977 അടിയന്തരാവസ്ഥ കാലഘട്ടങ്ങളിലായിരുന്നു ഞാൻ ബോംബെയിൽ വന്നത്. അപ്പോൾ ബോംബെയിൽ വെർലിയിൽ മഹീന്ദ്രയുടെ നേരെ മുന്നിലുള്ളൊരു ഹോട്ടലിൽ ജോലിക്കാരനായിട്ട് ഏറ്റുവരിക. അന്ന് കേവലം 40 രൂപ മാസത്തിൽ ശമ്പളം. അപ്പോൾ അവിടെ ഒരു 10-11 മാസത്തോളം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് കിടന്നുറങ്ങലെല്ലാം ഫുട്പാത്തിലൊക്കെയാണ്. രാത്രിയത്തെ ഈ ഹോട്ടൽ ജോലികൾ കാര്യങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് ഫുട്പാത്തിൽ കിടന്നുറങ്ങുക. അപ്പം ഈ വെർലിയിൽ എന്ന് പറഞ്ഞാൽ ബാവൻചാൽ, DD ചാൽ എന്ന 2 പ്രശസ്തമായ കോളനികളുണ്ട്. 2 ഗാങ്ങുകളുള്ള സ്ഥലമാണ്. അപ്പോൾ ദിവസം അടി അവിടെ ഉണ്ടാവും. രാത്രി ഫുട്പാത്ത് കിടക്കുമ്പോൾ നമുക്ക് തന്നെ കാണാം ഒരുപാട് അടി സീനുകൾ. ആ സമയത്ത് ഒരിക്കൽ ഒരു മറവാടികൾ അപ്പം ഹോട്ടലിൽ വന്നിട്ടൊരു പ്രശ്നം ഉണ്ടായപ്പം പിന്നെ അപ്പം ഞാനായിരുന്നു ഉണ്ടായിരുന്നില്ല, വെയിറ്ററായിട്ട് അന്ന് നിൽക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ മേക്കെട്ട് കാര്യപ്പോൾ ഞാനും അങ്ങോട്ട് ഇതായി. അപ്പോൾ അവർ പിന്നെ ഞങ്ങൾ ഹോട്ടലല്ലേ, പിന്നെ കിച്ചണിലുള്ള ആൾക്കാരെല്ലാം കൂടിയപ്പോൾ അവർ പോയി വന്നിട്ട് കാണിക്കാൻ തുടങ്ങി. അപ്പം ഹോട്ടലിൻ്റെ ഓണറെല്ലാം പറഞ്ഞ് അവർ രാത്രി വരും ഒന്ന് കരുതിയിരുന്നോ. അങ്ങനെ രാത്രി ഇവർ വന്ന് പിന്നെ നല്ലൊരു അടി നടന്ന് അവർ പോയി. പിന്നെ ഹോട്ടലിൻ്റെ മലയാളി പോലീസിലെല്ലാം വിളിച്ച് പറഞ്ഞ് പിന്നെ അതങ്ങ് ഇതായി. ഒരു 11 മാസത്തോളം ഞാൻ വെർലിയിലുണ്ടായിരുന്നു ഈ പറഞ്ഞ സ്ഥലത്ത്. അപ്പോഴാണ് ഒരിക്കൽ ഈ ബോംബെ ബാലേട്ടനെ പറ്റിയിട്ട്, ഈ ടൗണുമായിട്ട് കുറേ അല്ല, ബോംബെ വെർലി എന്ന് പറഞ്ഞാൽ വെർലി എന്ന് പറഞ്ഞാൽ ഒരു മെയിനായിട്ടുള്ള സ്ഥലമാണ്. ഗ്ലാക്സോ കമ്പനി, പിന്നെ ദൂരദർശൻ ആദ്യമായിട്ട് ബോംബെയിൽ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ വെർലിയിലാണ്. അപ്പോൾ പിന്നെ അവിടുന്ന് ഒരു 11 മാസത്തോളം അവിടെ നിന്ന്. അപ്പോഴാണ് ഞാൻ ബോംബെ ബാലേട്ടനെ പറ്റിയിട്ട് എനിക്ക് നേരത്തെ ഇവിടുന്ന് പോകുമ്പോഴേ അറിയാം. ബാലേട്ടനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, എൻ്റെ അച്ഛൻ്റെ പരിചയമുണ്ട്. എൻ്റെ അച്ഛൻ എന്ന് പറയുന്ന VP ചാത്തു എന്ന് പറയുന്ന പാലയിലുള്ളവർ അറിയപ്പെടുന്ന റേഷൻ കടക്കാരനും അത് നല്ലൊരു പൊതുവെ നല്ലൊരു പേരും കാര്യങ്ങളുള്ളൊരു വ്യക്തിയാണ്. VP ചാത്തു എന്ന് പറഞ്ഞാൽ അയാളുടെ പേരിൽ തന്നെയാണ് നമ്മൾ അറിയുന്നത്. അയാളൊരു ലേബിൾ തന്നെയാണ്. അപ്പം അങ്ങനെ ഞാൻ ഇയാളെ ഫോൺ നമ്പർ സംഘടിപ്പിച്ച്, ബോംബെ ബാലേട്ടൻ്റെ ഫോൺ നമ്പർ സംഘടിപ്പിച്ച് ബാലേട്ടൻ്റെ ഒരു ദിവസം വിളിച്ച്. അപ്പം ഞാൻ ചോദിച്ചു, ബാലേട്ടനാണോ? ആ അതെ. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ കരുണനാണ്, VP ചാത്തുൻ്റെ പാലേരിയുള്ള. പക്ഷേ എന്താ അങ്ങനെ വിഷയം? ഞാൻ പറഞ്ഞു, എനിക്കൊരു ജോലി വേണം, ഞാൻ ഇപ്പം ഒരു ഹോട്ടലിലാണുള്ളത്. അത് നമുക്ക് പഠിക്കാം, ഞാൻ 2 ദിവസം കൊണ്ട് തന്നെ റെഡിയാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇയാളെ ഗ്രാൻഡ് ഹോട്ടലിലൊരു ബാറുണ്ട്, ഇമ്പീരിയൽ ബാർ എന്ന് പറയും. ഇയാൾക്ക് അന്ന് ഇമ്പീരിയൽ ബാറും മോട്ടങ്കലിലെ റോയൽ ബാറും. അപ്പോൾ ഇമ്പീരിയൽ ബാറിൻ്റെ മാനേജറാണ് ചാർലി എന്ന് ഞങ്ങൾ വിളിക്കുന്ന കുറ്റിയിൽ അബ്ദുല്ല. ഒരു ദിവസം കാണാൻ ഒരു 10-11 മണിയൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ബ്രേക്ക് ടൈം വന്നു. അപ്പോൾ ബ്രേക്ക് ടൈം ആയപ്പം ഈ ചാർലി വഴി വന്ന്, അപ്പോൾ കരുണൻ പറഞ്ഞാൽ ഉണ്ടോ
വിളിക്കുന്നത് വിളിച്ച്. അപ്പം ഞാൻ അന്നെടുത്ത ബിസ്തര എടുത്തിരുന്നു. അപ്പോൾ ബിസ്തര അത് അന്ന് അങ്ങനെയാണ്. ബിസ്തര പാക്ക് അതൊന്നാ ചോദിക്കാം. പിന്നെ അങ്ങനെ ബിസ്തരെടുത്ത് അവിടുന്ന് ആ പൈസ ഹോട്ടലിൽ ജോലി ചെയ്ത പൈസ പോലും അയാൾ ഞാൻ വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ നേരെ ഒരു ടാക്സി പിടിച്ച് നേരെ മാട്ടുങ്കൽ വന്ന് എന്നെ റോയൽ ബാലിനോട് ആക്കി. പിന്നീട് അവിടെ നിന്നുള്ള യാത്രയാണ് ഫസ്റ്റ് തുടക്കം അവിടെ നിന്നുള്ള നടക്കുക. അപ്പോൾ 11 മാസം ഞാൻ അവിടെ വെർലിയിൽ നിന്ന് അപ്പോൾ ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഹെവി ലൈസൻസാണ് ബോംബെയിൽ ആദ്യം എടുക്കുക. അന്ന് ഹെവി ലൈറ്റും എടുക്കുക. ഹെവി ലൈസൻസ് ആദ്യമായി ഫസ്റ്റിൽ നമുക്ക് ട്രൈ ചെയ്യുമ്പോൾ കിട്ടും. അപ്പോൾ ഹെവി ലൈസൻസ് അന്ന് എടുത്ത് പിന്നെ പിന്നീട് മാട്ടുങ്കൽ വന്ന്. അപ്പം മാട്ടുങ്കൽ അന്ന് ബാറിൽ വെയിറ്ററായിട്ട് അന്ന് മാട്ടുങ്കൽ വെയിറ്റർക്ക് ഉള്ള ശമ്പളം എന്ന് പറഞ്ഞാൽ 10 റുപ്യ ദിവസം, വെറും 10 രൂപ. അതെ, അന്ന് ഇവിടുത്തെ അധ്യാപകനെന്ന് പറഞ്ഞാൽ 250 റുപ്യുള്ളൂ. 1977 കാലഘട്ടങ്ങളിൽ എന്റെ സുഹൃത്തുക്കൾ അധ്യാപകനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിനേക്കാൾ ശമ്പളം ഞാൻ ഇപ്പൊ എടുക്കുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെ അവിടുന്ന് ആ ബാറിലെന്ന് പറഞ്ഞാൽ നല്ലൊരു ലൈഫായിരുന്നു. അപ്പൊ നിങ്ങൾ ആ ബാറിൽ എത്തിയ ശേഷമാണ് നിങ്ങളുടെ ജീവിതത്തിലെ ആ ഒരു ടേണിംഗ് പോയിന്റ് ആരംഭിക്കുന്നത്. അതെ അതെ. അപ്പോഴേ നിങ്ങൾ ആ ബാറിലെത്തിയ ശേഷം പിന്നെ നിങ്ങൾ എപ്പോഴാണ് ഈ ബന്ധങ്ങൾ തുടങ്ങുന്നത്? അതൊന്ന് ബാറിൽ നിന്ന് ഞാൻ ഗൾഫിലേക്ക് പോയി. ബാലേട്ടൻ തന്നെ വിടുന്നത്. അത് കഴിഞ്ഞ് ഗൾഫിൽ 4 കൊല്ലത്തെ ഗൾഫ് വാസം കഴിഞ്ഞ് ഞാൻ തിരിച്ച് വന്ന് വീണ്ടും ബാലേട്ടൻ്റെ കൂടെ തന്നെ ജോയിൻ ചെയ്ത്. ആ സമയത്തുള്ള സംഭവങ്ങളാണ് ചോട്ടരാജനെ അടിച്ചതും അല്ല. അത് ചോട്ടരാജനെ അടിക്കുന്ന സംഭവം എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് എല്ലാവരും ടെറസിലായിരുന്നു റൂം. അപ്പം എൻ്റെ ടെറസിൽ നിൽക്കുമ്പം ഈ NI ബാലൻ എന്ന് പറഞ്ഞ കക്ഷി അവിടെ നിന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഒരു ദിവസം വന്ന് കിടന്നുറങ്ങുമായിരുന്നു. അപ്പം ബാല എന്നെ വിളിച്ച് പറഞ്ഞ് കാരണം അത് താഴെ എന്തോ വല്ല പ്രശ്നം നടക്കുന്നുണ്ടെന്ന്. അപ്പം ഞാൻ നോക്കിയപ്പോൾ താഴെ എന്തോ ബഹളം കേട്ട്. അപ്പം ഞാൻ ബാലെന്ന് പറഞ്ഞിട്ട് അവർ അവിടെ നിന്നൊരു വടിയും എടുത്ത് താഴേക്ക് ഇറങ്ങി. അപ്പോഴാണ് ചോട്ടരാജൻ വേറെ 2 പേരും കൂടി ഞങ്ങളുടെ ഒരു മാനേജറെ ഷർട്ട് കോട്ട് പിടിച്ചു. അപ്പോൾ എന്തിനാന്ന് ചോദിച്ചപ്പോൾ അയാൾ പിടിച്ച് തള്ളി. അപ്പം പിന്നെ അടിയും തുടങ്ങി. അപ്പോൾ അവർ 3 ആൾ ഓടി. പിന്നെ അപ്പം പോക്കിൽ അവർ പറയുന്നുണ്ട് ഞാൻ ചോട്ടാരാജനാണ്. അപ്പം ഞാൻ പറയുകയും ചെയ്തു, ഇനി ചോട്ടാരാജനല്ല ബടാരാജനായാലും ഞങ്ങൾക്ക് വിഷയമുള്ള കാര്യമല്ല. അപ്പോഴാണ് ഞങ്ങൾ ശരിക്കും ചോട്ടരാജൻ്റെ പേര് തന്നെ കേൾക്കുന്നത്. അപ്പം പിന്നെ ചോട്ടരാജ അന്ന് വന്ന് വരുന്ന സമയമാണ്. അത് കഴിഞ്ഞ് പിന്നീട് ഞാൻ ഈ അണ്ടർവേൾഡായിട്ടുള്ളൊരു കണക്ഷൻ വരുന്നത് എന്താണെന്നാൽ ഈ ഹോട്ടൽ ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. അത് ഹോട്ടലും കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ ഞാൻ എന്നാലും അവിടെ ഒരു കാറുണ്ടായിരുന്നു. ആ കാറിൽ ഡ്രൈവർ. അപ്പോൾ ആ വണ്ടി കുറച്ചതായി. ഇപ്പോൾ കുറേ ദിവസങ്ങളിൽ എനിക്ക് വർക്കില്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഭക്ഷണം കഴിക്കും, കിടന്നുറങ്ങും. അപ്പോൾ ആണ് നമ്മളെ ഈ പറഞ്ഞ ഈ ചാർലി എന്ന് പറഞ്ഞ ആൾ തന്നെ ഇങ്ങനെ സാന്താക്രൂസിലൊരു വേക്കൻ്റ് ഉണ്ട്, ഒരു എക്സിക്യൂട്ടീവ് ഡ്രൈവർ വേണം, പോകുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ റെഡി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അവരെ കൂടെ സാന്താക്രൂസിൽ ആജി മസ്താൻ്റെ മോളെ കല്യാണം കഴിച്ച ഷമീൻ എന്ന് പറഞ്ഞ ആളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. അവിടെ ആജി മസ്താൻ. അപ്പോൾ ഇവർക്ക് 2 ഹോട്ടലുണ്ട്, ഹോട്ടൽ ബെൽക്കോം, ഹോട്ടൽ പ്രിൻസ് പാലസും. അപ്പം രണ്ടും ഞാൻ ഒരു ഹോട്ടൽ വാടക കൊടുത്തിട്ടുണ്ടായിരുന്നു, ലീസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ഹോട്ടലിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്കുമായിരുന്നു. അപ്പം ഞാൻ അധികവും നൈറ്റിലാണ് ഉണ്ടാകുക. അപ്പോൾ പകൽ ദിവസങ്ങളിൽ ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഡ്രൈവറായിട്ട് പോകും. അപ്പം ചിലപ്പം ഷമീമിൻ്റെ വർക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ പിന്നെ ഷമീമിൻ്റെ ഫാദറുണ്ട് അഫിജി എന്ന് പറയും, UP-കാരായി വരും ബേസ് ആയിട്ട്. അപ്പോൾ ഈ അങ്ങനെ ആണ് ഇവരായിട്ടുള്ള കണക്ഷൻ വന്നപ്പം ചിലപ്പം ഈ ഷമീം എന്ന് പറഞ്ഞാൽ നല്ലൊരു സ്മഗ്ലറായിരുന്നു. അപ്പോൾ അവൻ്റെ സാധനങ്ങൾ വരെയാണ് ഡാമൻ. ഈ ഡാമൻ എന്ന് പറഞ്ഞാൽ ഗുജറാത്തിലുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഡാമനിൽ ഗുരുവിൽ സാധനങ്ങൾ വരും, അത് എന്നെ വിടും, ഞാൻ കൊണ്ട് വെക്കും. അപ്പോൾ നിങ്ങളാ പോവുക? ഞാനാണ് പോവുക. അപ്പം അന്ന് മൊബൈൽ ഫോണുകളൊന്നും ഇല്ലാത്ത സമയമാണ്. അത് അവിടെ നിന്ന് ഇപ്പം ഡാമനിൽ പോയി ഒരു മാരുതി ജിപ്സിയായിരുന്നു. ഡാമനിൽ പോയി പിന്നെ അവിടുന്ന് സാധനം കയറ്റി അവിടുന്ന് ഫോൺ ചെയ്യും ഇവിടത്തേക്ക്, ബോംബെയിലേക്ക്. ആകെ നിക്കല നിക്കല അച്ഛാ. അവിടുന്ന് ബോംബെയിൽ നിന്ന്
ഈ ഡാമിൽ നിന്ന് വണ്ടി ഡ്രൈവ് ചെയ്ത് ഒരു 4-4.5 മണിക്കൂർ വേണം ബോംബെയിലെത്താൻ. പല ദിവസങ്ങളിലും പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്, പോലീസുകാർ ഫോളോ ചെയ്തിട്ടുണ്ട്. ഈ റെമ്യൂണറേഷൻ എങ്ങനെയാ? അതിന്റെ എങ്ങനെ റെമ്യൂണറേഷൻ നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട് എങ്ങനെയാ? എനിക്ക് ഒരു അന്ന് 90-91 കാലഘട്ടങ്ങളിലാണ് എനിക്ക് തോന്നുന്നത്. അന്ന് പറഞ്ഞാൽ ഒരു ട്രിപ്പ് എനിക്ക് വന്നു കഴിഞ്ഞാൽ 10,000-15,000 രൂപ 15 ചില ദിവസങ്ങളിൽ. പക്ഷെ ഷമീം ഭായി എന്നോട് കാശിൻ്റെ കാര്യങ്ങളൊന്നും എനിക്കൊരു പ്രശ്നമില്ലായിരുന്നു. കാരണം ഞാൻ ഹോട്ടലിൽ നിൽക്കുമ്പം തന്നെ പിന്നെ പലപ്പോഴും എന്ന് പറഞ്ഞാൽ മാസത്തിൽ 2 മാസത്തിലെങ്ങാൻ പറഞ്ഞ ബേട്ട മെരേലിയെ കുറിച്ച് എന്ന് പറയും. അപ്പം 5 പെട്ടിയെ 10 പെട്ടിയെ 1 ലക്ഷത്തിന് പെട്ടി എന്നാണ് പറയുക ഇന്ത്യയിൽ. ഇപ്പം ഈ 2ാം നമ്പർ കച്ചവടക്കാർ അധികം. അപ്പോൾ 5 പെട്ടിയുണ്ട് 10 പെട്ടിയുണ്ട് എന്ന് പറയാം. അതേ തോന്നുന്നു. അപ്പം നിന്റെ എടുത്തോ നിനക്ക്. അപ്പം ഞാൻ എല്ലാ കാര്യങ്ങളും അവിടെ സിഗരറ്റ് വലിക്കുന്ന നടക്കും, ടാക്സി പോയിട്ടുണ്ട്, അതെല്ലാം എഴുതിയാൽ വെക്കും. അത് എൻ്റെ വലിയ വിശ്വാസമാണ് പുള്ളിക്ക്, ഷമീം ഭായിക്ക്. അപ്പോൾ പിന്നീട് അങ്ങനെ ആള് കുഴപ്പമില്ലാതെ വന്നതിന് ശേഷമാണ് പിന്നെ എന്നെ ഇങ്ങനെയുള്ള ചില ഇതിന് വിടുന്നത്. അപ്പോൾ പിന്നെ എൻ്റെ ഡ്രൈവിങ് നല്ല ഫാസ്റ്റ് ഡ്രൈവിംഗ് ആയിരുന്നു. അവരുടെ വിശ്വാസ്യത, അവരുടെ വിശ്വാസമൊക്കെ. പിന്നീട് അങ്ങനെ പല കേസുകളും നമ്മൾ അറ്റൻഡ് ചെയ്യായിരുന്നു. അപ്പോൾ ഒരിക്കൽ രാജസ്ഥാനിൽ വെച്ചിട്ടൊരു സാധനം കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അപ്പം ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ജിമ്മി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, മാംഗ്ലൂർക്കാരൻ, നല്ലൊരു സ്മഗ്ലറാണ്. അപ്പോൾ അവനെ കൂട്ടിയിട്ടാണ് പോകുന്നത്. ഞങ്ങൾ 2 പേരും വന്നത്. അപ്പോൾ രാജസ്ഥാൻ ഡെസേർട്ടിൽ വെച്ചിട്ട് ഞങ്ങൾ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. അപ്പോൾ ഇതിൻ്റെ അകത്ത് അന്നെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു 400 ബിസ്ക്കറ്റോളുണ്ട്. ഈ മാരുതി ജിപ്സിയിൽ പ്രത്യേക ഒരു 400 ബിസ്ക്കറ്റോളം, 4 ജാക്കറ്റ് എന്ന് പറയും ഉണ്ട്. ഈ ആ സമയത്താണ് വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. ഞങ്ങളെ കയ്യിൽ എന്ന് പറഞ്ഞാൽ ആകെ 1.5 ബോട്ടിൽ വെള്ളം, 1.25 ബോട്ടിൽ വെള്ളമുണ്ട്. ഒരൊറ്റ വണ്ടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഏകദേശം എന്ന് പറഞ്ഞാൽ 32 മണിക്കൂറോളം ഞങ്ങൾ ഡെസേർട്ടിൽ തങ്ങിയിരുന്നു. അതിന് ശേഷമാണ് ഒരു ലോറിക്കാരനെ കിട്ടി. അവിടെ നിന്ന് ഒരു 75-80 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ ഒരു ടൗണ് കിട്ടുക. ലോറിക്കാരനെ കിട്ടി, അവനെ കൊണ്ട് കെട്ടി വലിപ്പിച്ച് ടൗണിൽ വന്ന് വണ്ടി റിപ്പയർ ചെയ്ത് കൊണ്ടുവന്നു. പിന്നെ അഡ്വഞ്ചറായിട്ടുള്ള പല സംഭവങ്ങളുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ടുവരുമ്പോൾ എന്ന് പറഞ്ഞാൽ പോലീസ് വണ്ടി ഫോളോ ചെയ്യുന്നു. അപ്പം ഫുട്പാത്ത് കൂടിയെല്ലാം കയറ്റി എടുത്ത് നേരെ. അപ്പോൾ എനിക്ക് ഈ ഹോസ്പിറ്റലുമായിട്ട് നല്ല ബന്ധമായിരുന്നു. ബോംബെയിലുള്ള ഈ എന്നിട്ട് സാന്താക്രൂസ് വെസ്റ്റിലുള്ള ഒരു ഹോസ്പിറ്റലിൽ കയറ്റി വണ്ടി ഞാൻ പാർക്ക് ചെയ്ത് അവിടെയുള്ള നേഴ്സുമാർ പരിചയം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എന്നെ ഒന്ന് അഡ്മിറ്റ് ചെയ്യണം ഡോക്ടറോട് പറഞ്ഞിട്ട്. എന്താണെന്ന് വെച്ചാൽ വയറുവേദന, ഭയങ്കര വേദനയാണ്. അങ്ങനെ നേഴ്സിൻ്റെ റെക്കമെൻഡ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. എന്നുവെച്ചാൽ അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞ് അത് ഈ ഡെലിവറി ചെയ്യേണ്ട കക്ഷികൾക്ക് അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞ് അവിടെ പിന്നെ അവർ വണ്ടി എടുത്തു, ചാവി കൊടുത്ത് വണ്ടി എടുത്ത് പോയി സുഖമായിട്ട്. പിന്നെ ഓർത്തെടുക്കാനുള്ള പല സംഭവങ്ങളുണ്ട്. സീസർ പാലസിൽ പോയിട്ട് ഒരു ദിവസം ഒരു വെടി വെച്ചിട്ടുണ്ട്. സീസർ പാലസ്, മയൂര, കിങ്ഫിഷർ 3 ഡിസ്കോ ബാറുള്ള ബോംബെയിൽ തന്നെ. സീസർ പാലസിൽ ഏകദേശം എന്ന് പറഞ്ഞാലൊരു 700 ആളെയൊന്നും കൊള്ളും. അപ്പോൾ രാത്രി കാലങ്ങളിൽ അന്ന് ഡിസ്കോ വരിക. ഇപ്പോൾ പുലർച്ചെ 3 മണി 4 മണിയൊക്കെയല്ല അന്ന് വിടുക. അപ്പോൾ അതിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന പെൺപിള്ളേരെല്ലാം ചിലപ്പം പോലീസുകാരെല്ലാം റെയ്ഡ് ചെയ്തിട്ട് പിടിച്ചിട്ട് അധികം പെൺപിള്ളേരും ഞങ്ങൾ ഹോട്ടലിൽ വന്നിട്ടാണ് സ്റ്റേ ചെയ്യുക. എന്നിട്ട് നേരമ്പോഴത്തെ അപ്പോൾ അവർക്ക് റൂം കൊടുത്തേക്കും. കാരണം അവർ ഒരു ബിസിനസ് കൊണ്ടെത്തരും ഞങ്ങൾക്ക്. അപ്പോൾ അവർക്ക് റൂം കൊടുക്കും, കിടന്നുറങ്ങും, പിറ്റേന്ന് കാലത്ത് അവർ പോവും. അപ്പോൾ ഒരിക്കൽ അന്ന് മധുബായി, രാധാബായി, നായർ സാർ, ഇങ്ങനെ ചിക്കന രത്നഗിരിക്കാരനാണ്, പിന്നെ ഗോവിന്ദ ബിഹാറിയൻ, ഇവരെല്ലാം ഞങ്ങൾ ഒന്നിച്ചാണ് ഉണ്ടാകുക. ഒരു ഗ്യാങ്ങായിട്ടാണ് ഏതെങ്കിലും ബാറിൽ പോകുമ്പോൾ ഒന്നിച്ചാണ് ഉണ്ടാകുക. പിന്നീട് ഈ ബാറിലൊരു ദിവസം ഈ ഡിസ്കോയിൽ നിന്ന് വരുന്ന പെൺപിള്ളേർ ഒരു ദിവസം ഹോട്ടലിൽ വന്നിട്ട് സ്റ്റേ ചെയ്തപ്പോൾ പിന്നെ അടുത്തുള്ള പോലീസുകാർ വന്നു. പിന്നെ പോലീസുകാർ നമ്മൾ എന്ന് പറഞ്ഞാൽ അപ്ത കൊടുക്കാറുണ്ട് പോലീസുകാർക്ക്. അതുകൊണ്ട് അവരങ്ങനെ വരികയില്ല. ഇത് വേറെ ഏതൊരു സ്ഥലത്തുള്ളായിരുന്നു. അപ്പം അങ്ങനെ 1-2 പ്രാവശ്യം അവരുമായിട്ട് ഉടക്കേണ്ടിയും വന്നിട്ടുണ്ട്.
രാധാബായി എന്ന് വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്ന് പറഞ്ഞാൽ ഈ ഷമീം ബൈൻ്റെ ബോഡി ഗാർഡാണ്. അപ്പോൾ ഇയാളെന്ന് പറഞ്ഞാൽ 6 അടി ഉയരവും കൈൻ്റെ ഈ വണ്ണമെല്ലാം പറഞ്ഞാൽ ഈ ഒരു ബെരലിൻ്റെ വണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൈൻ്റെ വണ്ണം, അതുപോലെ ബെരലുകൊണ്ട് കുത്തിയല്ലെല്ലാം ആൾ കാലിയായി. ഇപ്പം അങ്ങനത്തെ പവറുള്ളൊരു മനുഷ്യനാണ്. പിന്നെ അയാൾ തലയിൽ കൂടി ഇവിടെയായിരുന്നു, ജോഗേശ്വരിയിലായിരുന്നു പുള്ളിയുടെ ബേസ് ആദ്യം. അതിനുശേഷം അന്ന് സാന്താക്ലോസിൽ വരുന്നു, നമ്മളായിട്ട് ജോയിൻ ചെയ്യുന്നു അല്ല. അപ്പോൾ അയാൾ തലയിൽ കൂടി ഒരു വെട്ടുണ്ട്, 82 സ്റ്റിച്ചാണ് ബാക്ക് ഒന്നിച്ചിട്ടുള്ള. അത് ഈ ഗണപതി എന്ന് പറഞ്ഞൊരു മഹോത്സവം നടക്കുന്നുണ്ട് ബോംബെയിൽ. അത് ജോഗേശ്വരിയുള്ള ഗണപതിൻ്റെ ഇത് നടത്തുക ഇയാളാണ്, ഈ രാധാബായിയ. മാട്ടുങ്കലുള്ള ഭരതബായിയാണ്, ഭരതരാജ മുതലിയാർ എന്ന് പറയുന്നത്. അത് ഹാജി മസ്താൻ്റെ റൈറ്റ് ഹാൻഡ്, ഹാജി മസ്താനാക്കി കൊടുക്കുന്ന കക്ഷിയാണ് ഈ ഭരതബായി. ഇപ്പം കരുണേട്ടാ, ഈ ഭായിമാർ കേൾക്കാറുണ്ട്. ആരാണ് ഈ ഭായിമാർ? ഈ ഭായിമാറുമായിട്ട് കുറേ ബന്ധങ്ങളുണ്ടോ? കുറച്ച് ആൾക്കാരുടെ പേര് പറയാൻ പറ്റുമോ? ഓ തീർച്ചയായിട്ടും. ഭായിമാർ എന്ന് പറയുന്നത് ഒരു ഏരിയയിലേക്കൊരു ബായി ഉണ്ടാവും. ഇപ്പം ഉദാഹരണത്തിന് സാന്താക്കൂസിലൊരു ബായി ഉണ്ടാവും. സാന്താക്കൂസിലുള്ള ബായിമാരാണ് ഈ പറഞ്ഞ ഹാജി മസ്താൻ്റെ അണ്ടറിൽ തന്നെയാണ് ഇതെല്ലാം വരുന്നത്. പിന്നെ അവിടെയുള്ള ദാതാക്കന്മാരാണ് ഈ എടാ ഗോപാൽ, മധുബായി, ചിക്കന, ഇങ്ങനെയുള്ള അന്ന് അറിയപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഈ എടാ ഗോപാൽ എന്ന് പറഞ്ഞാൽ പോലീസ് എൻകൗണ്ടറിൽ മരിച്ചുപോയി. ഞാനും ഏടെ ഒന്നിച്ച് ഉള്ളിൽ കിടന്നിട്ടുണ്ട്. അത് സംഭവം എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ, ഞാനന്ന് ഈ 2ാം നമ്പർ ബിസിനസ് എല്ലാം ചെയ്യും. ഞാൻ ആഴ്ചക്ക് സിംഗപ്പൂർ പോവും, ബാങ്കോക്ക് പോവും, ബാങ്കോക്ക്, സിംഗപ്പൂർ, തായ്ലാൻഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കറങ്ങും. ദുബായിലാണെന്ന് ഞാൻ പോയിട്ടില്ലായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഈ കമ്പ്യൂട്ടർ സ്പെയർ പാർട്സ് ഒന്നും അന്ന് ഓതറൈസ്ഡ് ഏജൻറ്റുമാർക്കായിരുന്നു കൊണ്ടുവരാൻ പറ്റും. അപ്പം ഞങ്ങൾ സിംഗപ്പൂർ പോയിട്ട് കമ്പ്യൂട്ടറിൻ്റെ ഈ ഫ്ലോപ്പി ഡിസ്ക്, MB40 ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട്. ഇതെല്ലാം കൊണ്ടുവരും. അതെല്ലാം കൊണ്ടുവന്ന് ബോംബെയിലുള്ള മാർക്കറ്റിൽ വിൽക്കുമായിരുന്നു. പ്രധാനപ്പെട്ട ഭായിമാരെല്ലാം നമ്മൾ ഹാജി മസ്താൻ, ഭരതബായി, പിന്നെ ഡാവൂഡായിട്ട് എനിക്ക് വെറും ഫോണിൽ കൂടി ബന്ധമുള്ള. കാരണം ഞാൻ ഇവരെ കൂടെ ജോയിൻ ചെയ്യുമ്പോഴേക്ക് അയാളങ്ങ് ബോംബെ വാണ്ടഡായിരിക്കുന്നത്, അയാളങ്ങ് ദുബായിലേക്ക്. പക്ഷേ ഫോണിൽ പല പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കരീം ലാല, ഇക്ബാൽ മിർച്ചി, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ജോലിയുള്ള ഒരു കക്ഷി ഉണ്ടായിരുന്നു. അവരുടെ പേരെനിക്ക് കിട്ടുള്ള ഒരു ബായി തന്നെ, അത് ഗോകാരനായിരുന്നു, ഡിസോസ് എന്തോ അങ്ങനെയുള്ള പേരായിരുന്നു. ഇവരെല്ലായിട്ടും നേരിട്ട് ബന്ധമുണ്ട്, കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്, പല വിഷയങ്ങളും എന്നെ വന്ന് കാണാറുണ്ട്. ഞാൻ അതായത് എനിക്കുള്ള എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ, ഷമീം ബായിൻ്റെ കൂടെ ഷമീം എന്ന് പറഞ്ഞാൽ അവിടെ അറിയപ്പെടുന്ന ഒരു കക്ഷിയാണ്. അപ്പോൾ ഷമീം ബായിൻ്റെ ആണെന്ന് പറഞ്ഞാൽ നമ്മളൊരു എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും നമ്മളൊന്ന് ഫോൺ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഷമീം ബായ് എൻ്റെ ആളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കോംപ്രമൈസോ കാര്യങ്ങളോ, ഇപ്പോൾ പൈസ ചീറ്റിങ്ങോ കാര്യങ്ങളോ, ഇപ്പം നമ്മൾ ആരെങ്കിലും വിളിക്കും. ഇപ്പം ഗൾഫിലെല്ലാം പോകാൻ വേണ്ടിയിട്ടാണ് പൈസയെല്ലാം കുടുങ്ങി പോയി കഴിഞ്ഞിട്ട് ഇപ്പോൾ മലയാളികളെല്ലാം അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെ വിളിച്ച് പറഞ്ഞിട്ട് നമ്മൾ എത്രയോ സോൾവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അത് കാരണം ഇത് നമ്മളൊരു 5-6 ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ ഇവർ എന്തെന്നാ പ്രശ്നം എന്ന് പറഞ്ഞാൽ ന്യായമായ കാര്യങ്ങൾ നമ്മളത് ചെയ്തു കൊടുക്കാറുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ ഈ ദാവൂദുമായിട്ട് ഉള്ള ബന്ധം പറഞ്ഞല്ലോ. അപ്പോൾ അവരുടെ ഫാമിലിയും അതുമായിട്ട് അനുബന്ധ ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാവുമല്ലോ, അതാണെന്ന് അറിയേണ്ടത്. ഈ ഷമീം ബായി എന്ന് പറയുന്നത് ഹാജി മസ്താൻ്റെ ഭർത്താവ്. ഈ ഷമീമിൻ്റെ പെങ്ങളെ സീമേനെയാണ് ദാവൂദിൻ്റെ അനുജൻ മുസ്തഖീൻ കല്യാണം കഴിച്ചത്. അപ്പോൾ ഈ മുസ്തഖീൻ എന്ന് പറയുന്ന അന്ന് അത്ര ഇതില്ല, ബോംബെയിലും ലക്നൗവിലും ദുബായിലുമായിട്ടുള്ള ഓടി നടക്കുന്നൊരു പ്രായമായിരുന്നു അവന്. അപ്പോൾ ഈ ഷമീം ഈ ദാവൂദിൻ്റെ ഉമ്മ അവർ തറവാട് ശരിക്കും രത്നഗിരിയാണ്. അപ്പോൾ ഞാൻ ഇവർ കല്യാണം കഴിച്ചതിന് ശേഷം ഈ സീമയുടെ കല്യാണത്തിന് ഏകദേശം ഒരു 15 ദിവസം ഞാൻ രാത്രി ഊണും ഉറക്കമില്ലാതെ രത്നഗിരി ബോംബെ ഓടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ
അവരന്നൊരു പുതിയൊരു വീടെടുത്തിട്ടുണ്ടായിരുന്നു. സ്വിമ്മിങ് പൂളിലുള്ള ഇതാണ്. അപ്പോൾ സീമേനെ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന് അവിടത്തേക്കാണ്, ആ വീട്ടിലേക്ക്. പിന്നീട് അതെല്ലാം പിന്നെ ഈ ബോംബെ ബോംബ് ബ്ലാസ്റ്റിൽ ഇയാൾക്ക് ഇൻവോൾവ്മെൻറ്റ് എന്ന് പറഞ്ഞപ്പോൾ അതെല്ലാം പിന്നെ ഗവൺമെൻറ് കണ്ടുകെട്ടും എന്തൊക്കെ ചെയ്ത്. പിന്നെ ഉമ്മ എന്ന് പറഞ്ഞാൽ നല്ലൊരു സ്ത്രീയായിരുന്നു. അപ്പം ഞാൻ നാട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ എനിക്ക് കാശ് ഒരിക്കലും എന്നോട് പറഞ്ഞ ആ ബേട്ട തും ചാർ നാരിയൽ. ദാവൂദിൻ്റെ ഉമ്മ പൊതുവെ എല്ലാവരും അറിയപ്പെടുന്നതെന്ന് പറഞ്ഞാൽ അമ്മ എന്നാണ് വിളിക്കുക. അമ്മ പോലെ അമ്മ ബേജായ മുജ് എന്നുള്ളത്. അപ്പോൾ അമ്മേൻ്റെ പേര് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്, കാരണം ദാവൂദിൻ്റെ അമ്മയാണ് എന്നുള്ളത്. അപ്പം പൊതുവെ എല്ലാവരും അറിയപ്പെടുന്നതും അത് തന്നെ. ഒരിക്കലൊരു സംഭവം ഉണ്ടായി. ഇവർ സാന്താക്ലോസിൽ സീമയുടെ വീട്ടിൽ വന്ന്, അപ്പോൾ എന്നോട് പറഞ്ഞ് പിന്നെ ബേട്ട മുജെ ഓപ്പോസിറ്റ് ജാനായിരുന്നല്ലോ. അങ്ങനെ അവിടെ ഒരു മാരുതി 800 പുതിയ, അന്ന് മാരുതി 800 പുതിയ മോഡൽ അതാ ഉള്ളത്. അപ്പോൾ അത് എടുത്ത് അമ്മ മുന്നിലേരിക്കുക എപ്പോഴും ഞാൻ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ. അപ്പം അങ്ങനെ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. അപ്പം എൻ്റെ അതേ പാരലിൽ ഒരു കപ്പിൾസ് ഡ്രൈവ് ചെയ്യുന്നു. അപ്പം ഞാൻ വെറുതെ ഡ്രൈവ് ചെയ്തുമ്പോൾ ഇങ്ങനെ നോക്കി, അങ്ങനെ നോക്കിയപ്പോൾ അവ എന്നെ ചീത്ത വിളിച്ച് കാര്യം അതച്ചു കഥക്തായെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അമ്മ ഇത് കേട്ട് എന്നോട് വെച്ച് കോനായിരുന്നു. ഞാൻ പറഞ്ഞു നമുക്കൊന്നും വരും ഓക്കെയും ഗാളി ദിയാന്ന് വെച്ച്. ഞാൻ പറഞ്ഞു പത്തന്നെ പൂച്ച വെക്കുന്നു. അന്ന് ഡി കമ്പനി എന്ന് പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ അടക്കം എന്ന് പറഞ്ഞാൽ സലാം അടിച്ചു തരും. അപ്പോൾ പിന്നെ അമ്മയല്ലേ പറയുന്നത്, പിന്നെ എനിക്കെന്താ, ഞാൻ നേരെ വണ്ടി ചേസ് ചെയ്ത് നേരെ ക്രോസ് ചെയ്തിട്ട് പിടിച്ച് പൂച്ച വെക്കുന്നു പറഞ്ഞു. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഞാൻ പോയി കൂടെ കാര്യം മാത ചൊത്തി കിസ്കോ ഗാളി ദിയ വേച്ചു എന്ന് പറഞ്ഞിട്ട് കൊടുത്ത് കോൺ ബേട്ടായ മാലമേ അമ്മ ബേട്ടായിരുന്നു. അപ്പോൾ ഇവന് ശ്വാസം മുട്ടിപ്പോയി. അമ്മ എന്ന് പറഞ്ഞപ്പോൾ ഇവർ ഇറങ്ങി വന്ന് അമ്മേൻ്റെ കാല് പിടിച്ച് അമ്മ ഗലത്തി നോക്കി അമ്മ കറു എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള കുറേ അങ്ങനെയുള്ള വന്നിട്ട്. അപ്പം അമ്മ നല്ല ഡയറിങ് ആയിരുന്നു, നല്ലൊരു സ്ത്രീയായിരുന്നു. പിന്നെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ബേട്ട കനക്കാവോ കനക്കൊക്കെ ജാവും എന്ന് പറഞ്ഞു. അപ്പം വീട്ടിൽ പോയി കഴിഞ്ഞാൽ എപ്പോഴും വലിയ 2 തരം അരി ഉണ്ടാവും. ബിരിയാണി റൈസ് ഉണ്ടാവും, പിന്നെ ബസ്മതി റൈസ് എന്ന് പറയുന്നത് അതുണ്ടാവും, പിന്നെ മറ്റേ റൈസും ഉണ്ടാവും, കച്ച റൈസും ഉണ്ടാവും. അതുപോലെ തന്നെ മട്ടൺ ഉണ്ടാവും, ആവോലിയോ അല്ലെങ്കിൽ കിങ് ഫിഷോ ഇതും ഉണ്ടാവും. അപ്പം ഒരു ചുരുങ്ങിയത് 10-50 ആൾക്കാർ എപ്പോഴും ഭക്ഷണം കഴിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ ആജി മാസ്റ്ററിൻ്റെ വീട്ടിലും. കാരണം പല ദിവസങ്ങളിലും ഞാൻ പോയിട്ട് കാത്തു നിന്നിട്ടുണ്ട്. കാരണം സാന്താക്ലോസിൽ പോകുമ്പോൾ എനിക്ക് എന്തെങ്കിലും പേപ്പറോ കാര്യങ്ങളോ എന്താ പറയണ്ടേ. അപ്പോൾ ഇയാൾ എന്തെങ്കിലും മീറ്റിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് രാത്രി 9 മണി വരെ, വൈകുന്നേരം 6 മണിക്ക് 5 മണിക്കെല്ലാം പോയിട്ട് വൈകുന്നേരം രാത്രി 9 മണി വരെ 10 മണിയെല്ലാം ആവും. അപ്പോൾ വന്ന പാടെ ആ ബേട്ടാ കബിയായ അതെ ചില കനക്ക ഞാൻ പറയും കനക്ക കഴിച്ചതാണെന്ന് പറയും. അല്ലല്ല അവർ തുടങ്ങി ഇയാളെ വീട്ടിൽ ഒരു 9ഓളം പണിക്കാരുണ്ട്. 9 തമിഴന്മാരാണ് ആജി മാസ്റ്ററിൻ്റെ വീട്ടിൽ 9 പണി. അതുപോലെ തന്നെ ഡാവൂദിൻ്റെ വീട്ടിൽ ഒരുപാട് പണിക്കാരുണ്ടാവും. പിന്നെ മാർക്കറ്റിൽ അടക്കം പോകേണ്ടിട്ടുണ്ടെങ്കിൽ എന്നെയാണ് വിളിക്കുക. ഞാൻ സാന്താക്ലോസിലുള്ള എന്നെ വിളിച്ച് കൊണ്ടുപോകും. എന്നിട്ട് പിന്നെ മാർക്കറ്റിൽ പോയി. അത് പക്ഷേ മാർക്കറ്റിലുള്ളവർക്കൊന്നും അറിയില്ല ഇത് ഡാവൂദിൻ്റെ ഉമ്മയാണ് എന്നുള്ളത്. പലപ്പോഴും ഒരിക്കലും ചോദിച്ചു ഇതാരേ സ്ത്രീ. ഇപ്പോൾ കാരണം 10-20 കിലോ മട്ടൺ 10-50 കിലോ മീൻ ഇതെല്ലാം വാങ്ങിക്കുന്ന ഇതാരാണെന്നുള്ള പലപ്പോഴും മീൻകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഡാവൂദ് എന്ന് പറഞ്ഞാൽ വാണ്ടട്ടായിട്ട് സമയം. അപ്പോൾ ഇന്ത്യയിൽ വരത്തില്ല എന്നാണ്. ഞാൻ ഇതുവരെ അയാളെ കണ്ടിട്ടില്ല. ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് 2-3 പ്രാവശ്യം ഇങ്ങനെ കല്യാണത്തിനോട് അടുപ്പിച്ചിട്ട്. പിന്നീട് ഞാൻ ദുബായ് പോയപ്പോഴാണ് ഒരിക്കൽ പിന്നെ ഈ ബോംബ് ബ്ലാസ്റ്റായി. പിന്നീട് അവിടുന്ന് ഞാൻ സ്കൂട്ടായി നാട്ടിൽ വന്ന് പിന്നെ നാട്ടിൽ സെറ്റിലായി. പിന്നെ ബോംബെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കി. പിന്നെ എന്താ അതിൻ്റെ ഇടയിലുള്ള കാര്യം ഫോണിൽ സംസാരിക്കലെന്ന് പറഞ്ഞാൽ വീട്ടുകാര്യങ്ങൾ അത് ചോദിക്കും, അല്ലെങ്കിൽ പിന്നെ ബായിനെ ചോദിക്കും, ഷമീം ബായിനെ ചോദിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കും. പിന്നെ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് നീ എവിടുത്ത് കാരനാണ്, എന്താണ് നിൻ്റെ പേര്, നീ എത്ര വർഷമായി ഇവരുടെ കൂടെ എന്നുള്ള പല അങ്ങനെ ആദ്യം അങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് പരിചയത്തിന് ശേഷം പിന്നെ എന്താണ് അത് അവിടെ അവസാനിപ്പിച്ചിരിക്കും പോലും കാരണം അവസാനിപ്പിച്ചെന്തായിരുന്നു എന്ന് പറഞ്ഞാൽ എനിക്കും ഈ പറഞ്ഞ മാതിരി എന്ന് പറഞ്ഞാൽ കുറച്ച് ചോട്ടാമോട്ട ഇതല്ല ഇപ്പം എക്സ്പെൻസീവായി. പക്ഷെ കാശുണ്ടായിരുന്നു.
പക്ഷെ അതൊന്നും മതിയാണ്ടായി. കാരണം ഞങ്ങളെല്ലാം ബാറിൽ പോയി കഴിഞ്ഞാൽ ഒരു 5-6 ആൾക്കാർ കുടിക്കുമ്പോഴേക്ക് ഒരു 10 റുപ്യെല്ലാം ബില്ലാവും. അപ്പം പല ബാറുകളിലെന്ന് പറഞ്ഞാൽ ചില പൈസ വാങ്ങിക്കില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞ സിനിമാ നടി രാധേൻ്റെ ഭർത്താവ് ചന്ദ്രശേഖരൻ്റെ മാട്ടുങ്ക സാരംഗ് ബാർ, അല്ല മാട്ടുങ്കല്ല, ഇത് സാന്താക്രൂസുള്ള സാരംഗ് ബാർ, അവിടെ ദിവസവും പോകുമായിരുന്നു. അപ്പം ഞങ്ങളൊരു ഗ്യാങ്ങും ഉണ്ടായിരുന്നു. അപ്പം അത് പോയി അവിടുന്ന് കുടിച്ച് ഇതാക്കി. ഒരിക്കലും ചന്ദ്രശേഖരൻ തന്നെ എൻ്റെ വണ്ടി റിവേഴ്സ് അടിക്കുമ്പോൾ സെക്യൂരിറ്റിക്കാരൻ പിന്നെ ഉണ്ടായിരുന്നു. അപ്പം വണ്ടി റിവേഴ്സ് അടിക്കുമ്പോൾ ഈ ചന്ദ്രശേഖരൻ്റെ വണ്ടിക്ക് തട്ടിപ്പോയി. അപ്പം സെക്യൂരിറ്റിക്കാരെ എന്നോട് പറഞ്ഞു ഷെഡ്ക ഗാഡിയെ തൊക്കെയായെന്ന് ചോദിച്ചു. ഷെഡ്ക്ക് ജാക്കി പോലും. അപ്പോൾ പിന്നെ നമ്മൾ ആൾക്കാർ ഇറങ്ങി അവർ ആക്കിയതിന് ശേഷം പിന്നെ അയാൾ എന്നെ നേരിട്ട് വന്നാൽ ഒന്നും വേണ്ട, നിങ്ങൾ പോയിക്കോളൂ ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ എത്തുമ്പോഴേക്കും ദാവൂദ് എസ്കേപ്പ് ചെയ്തു അല്ലേ? അല്ല, ഞാൻ അതായത് വരുന്നതിൻ്റെ മുമ്പിട്ട് അവിടെ പോയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇവരുമായിട്ടുള്ള ബന്ധം വരുന്ന സീമേന ദാവൂദിൻ്റെ അനിയൻ കല്യാണം കഴിച്ചതിന് ശേഷമാണ്. അപ്പോൾ ഫോണിൽ കൂടിയുള്ള പല സംസാരങ്ങളും പലത് ചോദിക്കാനുണ്ടാവും, അല്ലെങ്കിൽ അവിടെ പോകാനുണ്ടാവും, എന്തെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നെ ഏൽപ്പിക്കുമായിരുന്നു. ഇപ്പം സാന്താക്രൂസിൽ വരുന്ന കാരണം അവർക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഷമീം ഈ ദാവൂദായിട്ട് ഷമീമിൻ്റെ പെങ്ങളെയാണല്ലോ ദാവൂദിൻ്റെ അനിയൻ കല്യാണം കഴിച്ചത്, സീമേന, അതായത് എൻ്റെ ബോസിൻ്റെ പെങ്ങളാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും അവിടെ കൊണ്ട് കൊടുക്കാനോ അല്ല കാര്യങ്ങളോ അല്ല അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടാവും. ആ ഒരു സംഗതിയിൽ നമ്മൾ ഇപ്പോഴും അദ്ദേഹം എവിടെയായിരിക്കും? ഇപ്പോഴെൻ്റെ അറിവിലെന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിലാണെന്നുള്ള ഞാൻ കേട്ടത്. പിന്നെ ഇവർക്കെന്ന് പറഞ്ഞാൽ ഈ ലക്നൗവിൽ സീമ ഇൻ എന്ന് പറഞ്ഞൊരു സ്റ്റാർ ഹോട്ടലുണ്ട്. അത് ഷമീൻ്റെ ഈ സീമയുടെ ബാപ്പാൻ്റെ അഫീജിൻ്റെ. പിന്നെ അതുപോലെ തന്നെ ഒരു പോൾട്രി കോഴി ഫീഡ് ഉണ്ടാക്കുന്നതുണ്ടല്ലോ, അതുകൊണ്ട് വലിയൊരു അറിയപ്പെടുന്നുണ്ട് ആ കാലഘട്ടങ്ങളിൽ. അപ്പം ലക്നൗ അസംഗർ ലക്നൗവിൽ ഞാൻ പോയിട്ടുണ്ട്. ഇവളെ കോളേജിലേക്ക് കൊണ്ടുപോകലും കോട്ടി കൊണ്ടുവരുത്തലും ഞാൻ തന്നെയായിരുന്നു. പിന്നെ അവരെ ഹോട്ടലിൻ്റെ മാനേജറും ഞാൻ തന്നെയായിരുന്നു. ഒഴിവാക്കി പോരാനുള്ള കാരണം ഒഴിവാക്കി പോരാനുള്ള കാരണം എന്തായിരുന്നു പറഞ്ഞാൽ ഈ ബോംബ് ബ്ലാസ്റ്റ് വന്ന് എന്നതിന് ശേഷം ഞാൻ ബോംബ് ബ്ലാസ്റ്റ് വരുന്നതിൻ്റെ മുമ്പിട്ട് സീമ എന്നോട് പ്രസവിക്കാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിവിടെ ശരിയാകുന്നില്ല, ഞാൻ ദുബായിലേക്ക് വരുന്നതെന്ന്. അപ്പം പറഞ്ഞു ശരി നീ ദുബായിലേക്ക് വാ, ഞാൻ എനിക്ക് വിസ ഇട്ട് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പാസ്പോർട്ട് കോപ്പിയെല്ലാം കൊടുത്ത് വിസ അയക്ക് 2 ദിവസം മുമ്പിട്ട് എന്നോട് വിളിച്ചു പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എന്നാൽ വീട്ടിൽ പോയിട്ട് വരാമെന്നുണ്ട്. അപ്പം ഞാൻ കല്യാണം കഴിച്ച കുഞ്ഞ് ആയിരിക്കുന്നത്. അപ്പം വീട്ടിൽ പോയി വരാൻ വേണ്ടി അങ്ങനെ നാട്ടിലേക്ക് വന്നതാണ്. അപ്പം നിങ്ങൾ ഈ ജയിൽവാസം അനുഭവിച്ചു എന്ന് കേട്ടു, അതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് പറയാൻ പറ്റുമോ? ജയിൽവാസം ഉണ്ടായ സംഭവം എന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ ഈ ഷമീമിൻ്റെ അറിവോട് കൂടി ഞാൻ ഈ സിംഗപ്പൂർ, ബാങ്കോക്ക് ഇവിടെയെല്ലാം സന്ദർശിക്കാറുണ്ട്. ഹോങ്കോങ് മാസത്തിൽ പോയി സാധനം കൊണ്ടുവന്ന് ബോംബെയിൽ വിൽക്കുമായിരുന്നു. അപ്പോൾ ആ ദിവസം ഞാനന്ന് മാൾബോറോ റെഡ് സിഗരറ്റാണ് വലിക്കുക. അപ്പോൾ ഞാൻ താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുത്തെ ഹോട്ടലിൻ്റെ താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ തന്നെ ഒരു പെട്ടിക്കടയുണ്ട്. അപ്പോൾ അവനോട് കൈ നീട്ടിക്കഴിഞ്ഞാൽ അവനറിയാം ഇപ്പോൾ സിഗരറ്റും ലൈറ്ററും കൊണ്ടുതരും അവിടെ നിന്ന് കഴിയും. ഒരു ദിവസം ഞാനങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാണാം ഒരു ആൾ വന്നിട്ട് എൻ്റെ കൈ ഇങ്ങനെ പിടിക്കുന്നത്. ഇങ്ങനെ കൈ പിടിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആൾക്കാരാണ്, സാധാരണ ബോംബെ ക്രൈംബ്രാഞ്ച് ഈ ഇതിലാണ്. അപ്പോൾ അവരെന്നോട് വെച്ച് ക്യാനാമിത്തുമാരാന്ന് വെച്ച്. അപ്പോൾ ഒരു കർണൽ എന്നാണ് അവിടെ കർണൽ ബായി അയക്കാൻ. ഞാൻ പറഞ്ഞു സാമാൻ ഗിതറക്കാന്ന് വെച്ചു. അപ്പോൾ സാധനം എവിടെയാണ് വെച്ചതെന്ന് വെച്ചു. അപ്പം സാധനം എന്ന് പറഞ്ഞാൽ ഈ റിവോൾവറിനും പറയും സാധനം, പിന്നെ ഈ സ്മഗ്ലിങ് സാധനങ്ങൾക്കും പറയും സാമാൻ. സാമാൻ എവിടെ വെച്ചെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എന്ത് സാധനം? അപ്പോഴാണ് അന്ന് ഞാനൊരു എൻ്റെ അടുത്തൊരു റിവോൾവർ ഉണ്ടായിരുന്നു, അതൊരാൾ തന്നതായിരുന്നു വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ എന്തോ ഒരു കബറി പോയതായിരുന്നു ഈ ക്രൈംബ്രാഞ്ചിന്. അങ്ങനെയാണ് ഇതാര് തന്നു ചോദിച്ചപ്പോൾ ഇന്ന ആൾ തന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അത് ശരിക്കും വേറൊരു കക്ഷിയുടേതായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ അടുത്ത് അവിടെ വെച്ചോന്ന് പറഞ്ഞു. അങ്ങനെ വെച്ചതാണ്.
എന്നാൽ വാ എന്ന് പറഞ്ഞ്. അപ്പോൾ ഇവരെന്നോട് പറഞ്ഞേ സച്ചി അപ്പോൾ ഞാൻ എന്തെന്നാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല സാമാനെന്നുള്ള. കാരണം ഞാൻ അന്ന് ബാങ്കോക്കിൽ അവിടെ ഇവിടെയെല്ലാം പോയിട്ട് സാധനവും കാര്യങ്ങളെല്ലാം കൊണ്ടുപോകും. അപ്പോൾ അതെന്താണെന്ന് തോന്നുന്നു. എന്നതിന് ശേഷം ഞാൻ ഒരാളെടുത്ത് ഇതിൻ്റെ റിപ്പയറിങ്ങിന് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു, അവനെ കാണുന്നത്. അപ്പോൾ അവനെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇന്നേ സാധനമാണെന്നുള്ളത്. അപ്പം നേരെ എന്നോട് പറഞ്ഞ് മര്യാദയ്ക്ക് പറഞ്ഞു, ഇതിൻ്റെ സാന്താക്ലോസിലുള്ള പോലീസല്ല, ക്രൈം ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ അവർ കാർഡ് കാണിച്ചത്, ഇല്ലെങ്കിൽ ഇതിൻ്റെ അടിത്തോടത്തേക്ക് എന്നത്, അതായത് എല്ല് പൊട്ടിക്കൂ എന്നുള്ളത്. അപ്പം എനിക്ക് വന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന്. അപ്പം ഞാൻ പറഞ്ഞ ഹോട്ടലിലുണ്ടെന്നാണ്. ഹോട്ടലിൽ എത്തി. അപ്പോൾ കൗണ്ടറിലെത്തിയപ്പോൾ തന്നെ അവിടെ തമ്മു എന്ന് പറഞ്ഞ ഒരു കർണാടക കൊടകുകാരനുണ്ടായിരുന്നു റിസപ്ഷനിൽ. അപ്പം എന്നോട് ചിക്കാവുന്നു. ഞാൻ പറഞ്ഞു ഗോഡാക്ക കേസ്, ഗോഡ എന്ന് പറഞ്ഞ റിവോൾവർ എന്നാന്ന് പറയും, ഗോഡ പക്കടാക്ക. അപ്പോൾ നേരെ അവിടുന്ന് അങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി കിച്ചണിൻ്റെ ഭാഗത്തേക്ക് വന്നു. കിച്ചൺ എന്ന് പറഞ്ഞ ഒരു ഗ്രൗണ്ട് മാറി, അവിടെ ഞങ്ങൾ ബാഡ്മിൻ്റനെല്ലാം കളിക്കും. അപ്പോൾ അവിടെ ആ ഭാഗത്ത് തന്നെയാണ് കിച്ചൺ. അപ്പോൾ അവിടെ നിന്ന് മോത്തിമഹൽ എന്ന ഹോട്ടലിൻ്റെ ഒരു ബോഡി ഗാർഡ് എടുത്തിട്ടുണ്ട്, ഗോവിന്ദ ബീഹാറി എന്ന്. അപ്പോൾ അവൻ ചോദിച്ചു, അണ്ണ കൈസായ, അണ്ണ എന്ന് പറഞ്ഞാൽ ബായി എന്നുള്ള തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഈ അണ്ണെന്ന് വിളിക്കുന്നതും ബായി എന്ന് വിളിക്കുന്നതും രണ്ടും ഈ തുല്യമാണ്. അപ്പോൾ ഇതൊക്കെ അണ്ണായെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞല്ല, ഞാൻ ഇവിടുത്തെ ജോലിക്കാരനാണ്. അപ്പോൾ ഇതാരാന്ന് ചോദിച്ചു. ഇതിങ്ങനെ ഹോട്ടലിൽ നിന്ന് ചോറുന്ന വന്ന അടുത്ത സെക്യൂരിറ്റി ഗാർഡായിരുന്നു. അപ്പോൾ അവനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ പോലീസുകാർ ഇവനെയും പിടിച്ചിട്ട് അതിൻ്റെ തൊട്ട് പിന്നിലൊരു ക്രിസ്ത്യൻ പള്ളിയുണ്ട്, അവിടെ കൊണ്ടുപോയി അടി തുടങ്ങി ഇവർ പോലീസ്. ഞാൻ പറഞ്ഞു അവനെ അടിച്ചിട്ട് കാര്യമില്ല, അത് നമ്മളെടുത്ത് ഇങ്ങനെ ഒരാൾ വെക്കാൻ തന്ന അതിപ്പോൾ എവിടെയുള്ളതെന്നുള്ളത് നമുക്കും അറിയില്ല എന്ന് പറഞ്ഞു. അയാൾ തിരിച്ചു കൊടുത്തുക, അത് ഇന്ന ആളാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നേരെ എന്നെ അന്തേരി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയതും. അന്തേരി സ്റ്റേഷനിൽ വെച്ചിട്ട് ഒരു റൗണ്ട് അടി കഴിഞ്ഞ് എന്നെ അവനെയും കൂടി രണ്ടാമത്തെ അടീൻ്റെ സെറ്റപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പോക്കറ്റിൽ എപ്പം ബണ്ടൽ കണക്ക് പൈസ ഉണ്ടാവും. പോലീസുകാരനോട് കൗണ്ടറിൽ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്കൊരു ഫോൺ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ പോലീസുകാരനോട് വെച്ച് എന്താ എനിക്ക് ഭ്രാന്താണോ സാറിൽ നിൽക്കുന്നത് വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞു ഒറ്റ ഫോൺ എന്ന് പറഞ്ഞാൽ ഈ ബണ്ടിൽ നിന്നൊരു 5-6 പറിച്ച് ഞാൻ അവനങ്ങ് കൊടുത്ത്. എന്നോട് ഞാൻ ബാൻ ചെയ്തു എന്ന് പറഞ്ഞു. ബാൻ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഷമീം ബൈനെ വിളിച്ചു. അന്ന് മൊബൈലൊന്നും ഇല്ലാത്ത കാലമല്ലോ. ഷമീം ബൈനെ വെച്ച് ഞാൻ അല്ലെങ്കിൽ ഇങ്ങനെ അന്തേരി സ്റ്റേഷനിലുണ്ട് എന്നിട്ട് എന്നെ ഇവർ പൊക്കിയതാണ്. എന്നോട് ചെന്ന കേസ് ഞാൻ പറഞ്ഞ് പണ്ട് ഒരാൾ എൻ്റെ അടുത്തൊരു ഇത് തന്നിരുന്നു, അത് റിപ്പയറിങ്ങിന് കൊടുത്തിരുന്നു, സാധനം കുഴപ്പമില്ല ഞാൻ വരാൻ. അപ്പോൾ അപ്പോഴേക്കൊരു 10 ആയിട്ടുണ്ടാവും. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കാണാൻ ഒരു പോലീസുകാരെ ഒരു ക്വാർട്ടർ ബിസ്ക്കും ഒരു പാക്കറ്റ് മാൾബോറോ എല്ലാം ആയിട്ട് വരുന്നു. അപ്പോൾ എനിക്കൊരു വേറെ ഷമീം ബൈക്ക് കിട്ടിയിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും സാധനമെല്ലാം വരുന്നത്. അപ്പോൾ അയാൾ വന്ന് എന്താണെന്ന് വെച്ച് അപ്പോൾ പിന്നെ ശരി നാളെ കോടതിയിൽ നിന്ന് ജാമ്യം എടുക്കാം, ഇനി പേടിക്കേണ്ടത്. പിറ്റേന്ന് ടാട ഇറങ്ങാം ബോംബെയിൽ. ടാട അന്ന് സഞ്ജയ് ഇതായില്ലേ അത് സമയം. അപ്പം അന്ന് രാത്രി തന്നെ എന്നെ ഏർവാല ജയിലിൽ ഇവിടെ കൊണ്ടുപോയി. ക്രൈം ബ്രാഞ്ചിൻ്റെ സെല്ലുണ്ട്. അപ്പോൾ അവിടെ കൊണ്ടുപോയപ്പോൾ അതിൻ്റെ ഉള്ളിൽ അന്ന് കിടക്കുന്ന ഏടാ ഗോപാൽ, യൂസഫ് പട്ടേൽ പണ്ടത്തെ സ്മഗ്ലറാണ്, പിന്നെ ബിൽഡറായി. ആജി മസ്താനും യൂസഫ് പട്ടേലിൻ്റെ ഒരേ ഗ്രൗണ്ടിൽ കളിച്ചവരാണ്. അപ്പോൾ ഇവരെല്ലാം ഉണ്ട്. പിന്നെ അവൻ്റെ കുറേ ഗ്യാങ്ങും ഉണ്ട് ഏടാ ഗോപാലിൻ്റെ. ഏടാന്ന് പറഞ്ഞാൽ ഭയങ്കര കില്ലാടിയാണ്. 10-60 മർഡർ കേസ് അവനുണ്ട്. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ റിവോൾവർ എടുത്ത് വെക്കുന്ന ടൈപ്പാണ്. അപ്പം പോലീസുകാരൻ വന്ന് അപ്പോൾ ഇവരെല്ലാം ഭക്ഷണം കഴിക്കുക. ഷാലിമാർ ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം കൊണ്ടുവരിക. ഏകദേശം എന്ന് പറഞ്ഞാൽ ഒരു ഇവിടുന്ന് ജയിലിൻ്റെ ഒരു സെല്ലിൽ നിന്ന് അപ്പുറത്ത് അവിടെ വരെ ഉണ്ടാവും ഫുഡ് ഇങ്ങനെ നിരത്തി വെച്ചായിരിക്കും. ചിക്കൻ തന്തൂരിയും മറ്റതും മറിച്ചതും 65 എന്ന് വെക്കേണ്ട ബിരിയാണി, പിന്നെ ഫളൂദ. ഈ ഷാലിമാറിൻ്റെ ഏറ്റവും വലിയ ഫേമസ് ആയ സംഗതിയാണ് ഫളൂദ. ഇതെല്ലാം ഉണ്ടാവും. അപ്പോൾ പോലീസുകാരൻ വന്ന് ഏടേനെ വിളിച്ചിട്ട് പറഞ്ഞ് ഇങ്ങനെ സാന്താക്ലോസ് എന്നാണ് വന്ന്, പിന്നെ ഇതിൻ്റെ കേസ് എന്നും പറഞ്ഞു. ശരി എന്നുണ്ട്. ഏടാ ഭക്ഷണമെല്ലാം കഴിച്ചപ്പോൾ ഞാനൊരു ചുമരും ചാരി ഇങ്ങനെ നിൽക്കുക. അപ്പം കാര്യം വെച്ച് ക്യാനാമെന്ന് വെച്ച് ഞാൻ പറഞ്ഞു കരുണാകർ
ദാദായ്ക്ക് രേഖാണ്ടു എന്ന് പറഞ്ഞിരുന്ന അഞ്ചത്ര ഒറ്റയുണ്ട് ഇയാൾ. ഞാൻ വെച്ചിരിക്കുകയാണ് മാറി റിസ്ക് ഒന്നും. അപ്പോൾ ഇവൻ്റെ ആൾക്കാരുണ്ടല്ലോ, കാരണം അവിടെ ഒരു ഗ്യാങ് ലീഡർ ഉള്ളിൽ പെട്ട് കഴിഞ്ഞാൽ ഒരു 10-15 ആൾക്കാർ അവൻ്റെ കൂടെ ഉള്ളിൽ ഉണ്ടാവും. അപ്പോൾ ഇവൻ്റെ ഗ്യാങ്ങിൽ എല്ലാവരും കൂടി അടിയും. അവിടെ ഞാൻ അടിച്ച ഒരുത്തൻ്റെ കൈ ഞാൻ പിടിച്ചു. ഞാൻ ചോദിച്ചു, എന്നാൽ ഈ അച്ഛനയിലെത്തായി സിർഫ് ഏക ആദ്മി, ഇത് ശരിയല്ല നിങ്ങൾ ചെയ്യുന്നത്. ഞാനൊരാളേ ഉള്ളൂ, നിങ്ങൾ 10-15 ആൾക്കാർ എല്ലാവരും കൂടി എന്നെ അടിക്കുന്നു. ഇത് ഞാൻ അണ്ണനെ പറ്റി കേട്ടിട്ടുണ്ട്, ഞാനും ഒന്ന് പരിചയപ്പെടണം എന്നുള്ളത് ഞാൻ ആഗ്രഹിച്ചാണ്. അപ്പോൾ നിർത്തി അങ്ങനെ നിർത്തി അടി കഴിഞ്ഞ് എന്നോട് വെച്ച് നീ എവിടുന്ന വരുന്നത്? ഞാൻ പറഞ്ഞു ഞാൻ സാന്താക്ലോസ്. ആയിരുന്നു ആരുടെ അടുത്ത്? ഞാൻ പറഞ്ഞു ഷമീം ബൈൻ. ആ ശരി, നീ ഷമീം ബൈൻ്റെ ആളായിരുന്നു, എന്നാൽ ഞാൻ ആദ്യം പറയണ്ടേ എന്തേ പറ്റിയൊന്നു? ഞാൻ പറഞ്ഞത് കുഴപ്പമില്ല, വാ ഭക്ഷണം കഴിക്കുന്നു. അങ്ങനെ ഭക്ഷണമെല്ലാം കഴിച്ചു. പിന്നെ അയാളായിട്ട് നല്ല കമ്പനിയായി. പിന്നീട് പിറ്റേന്ന് എനിക്ക് പിറ്റേന്ന് ടാട വരും. അപ്പം ഞാൻ ഷമീമേനോട് പറഞ്ഞിട്ടുണ്ട്, ടാട വരുന്നതെന്ന് ഞാൻ കുടുങ്ങിപ്പോവുക. ഒന്നുമില്ല, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ, ഒന്നുമില്ല. അപ്പം പിന്നെ അങ്ങനെ 2 വക്കീലുണ്ടായിരുന്നു. അങ്ങനെ കേസും ഒരാൾ ഇത് കൊടുത്ത് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നീട് കേസങ്ങ് തള്ളിപ്പോയി. കാരണം ഞാൻ എന്ന് പറഞ്ഞാൽ ഒരു അങ്ങനത്തെ ഒരു ഇത് അല്ല, ഓരോ ജീവിതത്തിന് വേണ്ടിയിട്ട് ഓരോരോ സംഗതികൾ ഇങ്ങനെ ചെയ്തു വന്ന് അതിൽ ഇല്ലീഗലായിട്ട് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ കുറച്ച് അന്ന് ഇവരെ കൂടെ കൂടിയിട്ട് ചെയ്ത കാര്യങ്ങളുണ്ടാവും. ദാവൂദിൻ്റെ വീടുമായിട്ടെന്ന് പറഞ്ഞാൽ പലപ്പോഴും ഞാൻ സാന്താക്ലോസിനെ ഇവരെ വീട്ടിലേക്ക് എന്നെ വിളിക്കും പോകേണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം എന്ന് പറഞ്ഞാൽ അവിടെ എത്തിക്കുന്ന ചെല്ലുമ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഗേറ്റിൻ്റെ അടുത്ത് ഒരാൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്നെ കണ്ടു കഴിഞ്ഞാൽ സലാം പറയും. കമ്പാലേക്കോ എന്ന് പറയും. ഒരു അതായത് ചായക്കാന്ന് പറയുന്നത് ഒരു വലിയ കട്ടിങ് അല്ല, ചായ ഉണ്ട്. നേരെ വീട്ടിൽ പോയി അമ്മേനെ കാണും ദാവൂദിൻ്റെ. അപ്പം എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും, എവിടെയെങ്കിലും പോകാനുണ്ടാവും. പിന്നെ അങ്ങനെ എല്ലാം നല്ല ഇതിലായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ നാട്ടിൽ പോകണമെന്ന് ഒരു ദിവസം പോയിട്ട് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, അപ്പോഴാണ് എനിക്കൊരു 4 തെങ്ങും തൈ കൊണ്ടു തരണം എന്ന് പറഞ്ഞു. ഞാൻ നാട്ടിൽ വന്ന് ആ സമയത്ത് തിരിച്ചെത്തുമ്പോഴേക്ക് അവിടെ ബോംബ് പൊട്ടി കാര്യങ്ങളൊട്ടാ പ്രശ്നമാക്കി. ദാവൂദിനൊട്ടാകെ കട്ടപ്പൊയ്യായിരുന്നു. പിന്നീടാന്ന് പിന്നീട് ഞാൻ അങ്ങോട്ട് ബോംബെയിലേക്ക് പോയിട്ടില്ല. പിന്നെ നാട്ടിൽ തന്നെ ഹോട്ടൽ ഇൻഡസ്ട്രിയും കാര്യങ്ങളും എല്ലാം തന്നെ ശേഷം പിന്നെ ദുബായിൽ പോയി. പിന്നെ ഞാൻ എൻ്റെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഹോട്ടൽ ഇൻഡസ്ട്രി ആയിരുന്നു. ദുബായിൽ പോയി. പിന്നെ അവിടെ ഒരു 10-15 വർഷത്തോളം ഉണ്ടായിരുന്നു. ഇപ്പം നാട്ടിൽ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നു. ബാബർ മസ്ജിദ് പൊളിച്ച അതിൻ്റെ പിറ്റേ വർഷം ഒരു 6-ാം തീയതിയാണ് എൻ്റെ ഓർമ്മയിൽ വന്നത്. അപ്പോൾ എനിക്ക് സാന്താക്ലോസിൽ നിന്ന് ചെമ്പൂരിലൊരു സാധനം കൊണ്ടു കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഒരു ബൈക്കാണുള്ളത്. അപ്പോൾ ഞാനും എൻ്റെ മരുവനാണുള്ളത്. അപ്പോൾ അവരാണ് വണ്ടി ഓട്ടുന്നത്. അപ്പോൾ സാധനമില്ല. സാന്താക്ലോസിൽ നിന്ന് ഞങ്ങൾ വരേണ്ടിക്കേണ്ട ബാന്തയിൽ കൂടി നേരെ ചോപ്പട ഏരിയയിലെ ധാരാവി വഴി നേരെ സയണിലേക്ക് വന്ന് അവിടെ നിന്ന് നേരെ ചെമ്പൂരിലേക്ക് പോകണം. ഈ അവിടെ എല്ലാം നമ്മൾ അന്ന് മിലിറ്ററിക്കാരാണ്, കംപ്ലീറ്റ് മിലിറ്ററി. അപ്പോൾ വണ്ടി അങ്ങ് ഡെഡായി വഴിയിൽ വെച്ച്. എൻ്റെ ഇല്ലീഗലായിട്ടുള്ള സാധനമാണ് കയ്യിലുള്ളത്. ഇല്ലീഗലെന്ന് പറഞ്ഞാൽ പിന്നെ എന്തോ സ്മഗ്ലിങ് ഐറ്റം അന്ന് ഉള്ളത്, ആൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അന്ന് പോകുന്നത്. അപ്പോൾ ഈ മിലിറ്ററി എല്ലാം പറഞ്ഞാൽ നേരെ തോക്ക് പിടിച്ചിട്ട് നിൽക്കുകയെന്ന്. പിന്നെ എന്തോ ഭാഗ്യത്തിനപ്പം വണ്ടി അടുത്ത കിക്കിന് സ്റ്റാർട്ടായി ഞങ്ങൾ പോവുകയും ചെയ്തു. പിന്നെ വേറെ അപ്പം അതിനൊരു ദിവസത്തിൽ അവൻ താമസിച്ചുകൊണ്ടിരുന്നത് CGS ക്വാർട്ടേഴ്സിലായിരുന്നു. അപ്പോൾ ഇവനെ ആരെല്ലോ പിടിച്ച് എന്തോ അടിച്ച്. അപ്പം ഞാൻ ഈ നാട്ടിലാണ്. ഈ നാട്ടിലുള്ള സമയത്ത് ഞാൻ അവിടെ ഫോൺ ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഇവനോട് ചോദിച്ചിട്ടൊന്നും ഇവൻ പറയുന്നില്ല എന്താണെന്നുള്ളത്. അപ്പോൾ ഞാനങ്ങനെ ബോംബെ പോയി ഞാൻ ഒരു ദിവസം ഇവനാകുമ്പോൾ ഇപ്പോൾ ചെമ്പൂർ ഹോട്ടലിൽ ഇലക്ട്രീഷ്യനായിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ചോദിച്ചു, അവനെ ഞാൻ സാന്താക്ലോസ് ഹോട്ടലിലേക്ക് വിളിപ്പിച്ചവനെ. അപ്പോൾ അവനോട് ചോദിച്ചു എന്തെന്നാ പറ്റി എനിക്ക് അവ കൊന്നിട്ട് പറയുന്നു. ഞാൻ പറഞ്ഞു മര്യാദയ്ക്ക് പറഞ്ഞു, ഇല്ലെങ്കിൽ എനിക്ക് മോശമായി. അപ്പോൾ അവൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ 2-3 ആൾക്കാർ പിടിച്ചടിച്ചായിരുന്നു. ഞാൻ ചോടുള്ള ഇങ്ങനെ CGS ക്വാർട്ടേഴ്സിൽ അവർ ഏതാണ് റൂം, ഇന്ന റൂമാണ്.
ഒരു ഡിസംബർ ക്രിസ്മസ് ആയ ദിവസം കാലത്ത് ഞങ്ങളൊരു 6 ആൾക്കാർ നേരെ ഒരു 5-6 ആൾക്കാർ കിടന്നുറങ്ങുക, നേരെ റൂമിൽ പോയി എല്ലെണ്ണത്തിന് അടിച്ച് വെച്ച് കയ്യും കാലെല്ലാം പൊട്ടിപ്പോയാലുണ്ട്. എന്നിട്ട് പിന്നെ ആരാ എന്താണെന്നുള്ള ആൾക്ക് മനസ്സിലാക്കി. പിന്നീട് അറിഞ്ഞു ഇങ്ങനെ ജയന അടിച്ചതിൻ്റെ ബദലടിച്ചാന്ന് എന്നുള്ളത്. അപ്പോൾ എന്നിട്ട് അവരെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്ത് അവിടുത്തെ ചിലവും കൊടുത്ത് റെഡിയാക്കിയതിന് ശേഷം പോയിക്കൊള്ളു. അങ്ങനെയുള്ള കുറേ അനുഭവങ്ങൾ. അപ്പോൾ നിങ്ങളിപ്പോൾ അതൊക്കെ അവസാനിപ്പിച്ച് നാട്ടിലേക്ക് വന്നു, സ്വസ്ഥമായ കുടുംബജീവൻ നയിക്കുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? കഴിഞ്ഞ കാലത്ത് അന്ന് ഈ ഒരു ചോരത്തിളപ്പുള്ള സമയമാണല്ലോ. അന്ന് പിന്നെ അടി അതായത് ബാറിലുള്ള സമയത്തെന്ന് പറഞ്ഞാൽ മിക്ക ദിവസവും അടി തന്നെയായിരുന്നു. അപ്പോൾ ഏതെല്ലാം അടിയാണ് നടന്നതെന്ന് തന്നെ ഓർമ്മ ഉണ്ടായില്ല ഇപ്പം ആലോചിച്ച് നോക്കുമ്പോൾ. പിന്നെ അതായത് എന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ടല്ല, ഇതെന്ന് പറഞ്ഞാൽ കള്ളു കുടിച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒന്ന് പോക്കരിക്കണം തോന്നുന്നു. അപ്പം എന്ന് പറഞ്ഞാൽ തിരിച്ചടിക്കുന്നതിൽ അടിക്കും, ഇല്ലെങ്കിൽ അടിയും വാങ്ങിച്ചിട്ട് പോകും. പക്ഷേ നമ്മളൊന്നും തിരിച്ച് കൊള്ളാൻ അടി കിട്ടിയ ഒരുപാട് അനുഭവങ്ങളുണ്ട് കേട്ടോ. BSCയിൽ ഒരിക്കലും BSCക്കാരെ സയനിൽ വെച്ചിട്ട് അപ്പോൾ ഞാനവിടെ മൂത്ത് വയ്ക്കാൻ മുട്ടിയിട്ട് ഭയങ്കര മൂത്ത് വയ്ക്കാൻ മുട്ടി. BSC ഡിപ്പോയിൽ കയറിയിട്ട് അതെ BSC എന്ന് പറയുന്നത് ബോംബെ ട്രാൻസ്പോർട്ട് ബസ്സാണ്, ഗവൺമെൻറ്റിൻ്റെ ആണ്. അപ്പോൾ അതിൽ മൂത്ര വയ്ക്കുന്ന അവിടെ കയറി മൂത്രം ഒഴിച്ച് ഇറങ്ങി വരുമ്പോഴേക്കും ഒരു കണ്ടക്ടർ എന്നോട് ചോദിച്ചു ക്യാല് ചെയ്താലും ബാപ്ക ജഗായിക്കാന്ന് പറഞ്ഞിട്ട് എൻ്റെ മോത്തൊരടി എന്ന് വെച്ചാൽ അതായത് എൻ്റെ അച്ഛൻ്റെ കാലായത് എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ അടി മോന്തക്ക്. അപ്പം എനിക്ക് ഇതുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് അങ്ങോട്ട് അടിക്കൽ, ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ അവിടെ അങ്ങ് ചത്തുപോകുന്നല്ലാതെ പിന്നെ തിരിച്ചടിക്കേണ്ട എനിക്ക് ഓർക്കം വരില്ല. അപ്പോൾ എനിക്കിവനൊന്ന് കൊടുക്കാഞ്ഞിട്ട് ഭയങ്കര അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങനെ തന്നെ സാന്താക്രൂസിൽ വന്ന് അപ്പോൾ എൻ്റെ ഒരു ടീമുണ്ടായിരുന്നു, അവരെ ഇങ്ങ് വിളിച്ച് 2 ടാക്സിയിൽ ഏതായിരുന്നു ബസ് നമ്പർ ഞാൻ നോക്കി ആ ബസ്സിൻ്റെ പിന്നാലെ തന്നെ പോയി ന്യൂ ബോംബെ അവിടെ എത്തിയപ്പം ബസ് ബ്ലോക്ക് ചെയ്ത് കണ്ടക്ടറെ പിടിച്ച് അങ്ങ് പോയത് കഴിഞ്ഞത് തന്നെ. സമ്പാദ്യങ്ങളെന്ന് പറഞ്ഞാൽ ഇന്നേ വരെ ഞാൻ ഒരു പൈസ സമ്പാദിച്ചിട്ടുള്ള സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അകലിൽ നിന്ന് പറഞ്ഞാൽ ഈ വീടും അല്ല ഞാൻ ഉണ്ടാക്കിയത് അത് ഗൾഫിൽ പോയതിന് ശേഷം ബോംബെ തന്നെയാണ്. പക്ഷേ എനിക്ക് അപ്പോഴും ഒരു ഏണിങ് മെൻറ്റാലിറ്റി എനിക്കില്ലായിരുന്നു, ഇപ്പോഴും ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഉണ്ടാക്കണം എന്നുള്ള ഉള്ളത് ചിലവാകും, പിന്നെ നാളെ വരുന്നല്ലേ അങ്ങനെ നോക്കൂ. എന്നിട്ട് വളരെ നന്ദി, ഇത്ര സമയം ഞങ്ങളുമായി സഹകരിച്ചു. ഏതാണ്ട് ഒരു 15 വർഷക്കാലത്തെ ഒരു കഥകൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് നിങ്ങളൊരു വളരെ ചെറിയ സമയത്തിനുള്ളിൽ പറഞ്ഞു തീർത്തു. എങ്കിലും ഒരുപാട് കഥകൾ നിങ്ങൾക്ക് ഇനിയും പറയാനുണ്ടാവും, ഒരുപാടുണ്ട് അല്ലേ? അപ്പോൾ നിങ്ങൾ മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ ഈ കഥകളൊക്കെ പറയാൻ എന്തെങ്കിലും സോഴ്സ്? ഇത് ഒരു ബുക്ക് ആക്കണമെന്നുണ്ട്. അതിൻ്റെ പണിപ്പുരയിലാണ് ഇപ്പം അതിൻ്റെ എഴുത്തിൻ്റെ തുടക്കം കുറിച്ച് കഴിഞ്ഞ്. അപ്പം എന്ന് പറഞ്ഞാൽ കാരണം എഴുതാൻ ഒരുപാടുണ്ട്. അപ്പം നമുക്ക് ഇപ്പം കുറഞ്ഞ സമയത്ത് പറഞ്ഞിട്ട് അതങ്ങ് ഫലിപ്പിക്കാൻ പറ്റില്ല. അപ്പം ബുക്കാകുമ്പോൾ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ വായിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ എന്ന് പറഞ്ഞാൽ അതായിരിക്കും. പിന്നെ കാരണം പിന്നെ പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് എത്ര വർഷങ്ങൾക്ക് മുമ്പിട്ടുള്ള കഥകളാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ബുക്കാകുമ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാം എന്ന് പറഞ്ഞാൽ ബോംബെ ബെർലിൻ മുതലുള്ള സാന്താക്രൂസിന് അവിടുന്ന് പിന്നെ ദുബായിൽ പോയതും തിരിച്ചു വന്നതും ഇവിടെ നിന്നുണ്ടായ അനുഭവങ്ങൾ ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു ബുക്കാക്കിയിട്ട് അതിൻ്റെ പണിപ്പുരയെല്ലാം എഴുത്തിൻ്റെ തുടക്കം കുറിച്ച് കഴിഞ്ഞ് അതിൻ്റെ എല്ലാം വായനക്കാർക്ക് പ്രതീക്ഷിക്കാം. ഇത്രയും നേരം നമ്മളുമായിട്ട് ഈ സഹകരിച്ചതിന് വിലയേറിയ കുറേ അനുഭവങ്ങൾ പങ്കിട്ടതിന് വളരെ സന്തോഷം, വളരെ നന്ദി.